ഹായ്. ഇപ്പോൾ ഇന്ന് നമുക്കൊരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ നമ്മൾ എഴുതാൻ പോവുക. ഈ സെമ്മിലെ അവസാനത്തെ പരീക്ഷ. ബാക്കി കാണുന്നതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച്. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഫിലോസഫി ബ്രാഞ്ച് എന്ന് ഞാൻ പറഞ്ഞ ബ്രാഞ്ചാണ് ആ ബാക്കി കാണുന്നത്. നമ്മളിപ്പോൾ ഇതുവഴി നടന്ന് ട്രാം സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് നമുക്ക് പ്രൂഫിംഗ് സെൻറ്റർ, എക്സാം സെൻറ്ററുണ്ട്. യൂണിവേഴ്സിറ്റിയിലല്ല, എക്സാം സെൻറ്റർ. അവിടെ പോയിട്ട് നമുക്ക് പരീക്ഷ എഴുതണം. അപ്പോൾ ഈ സെമ്മിലെ ലാസ്റ്റ് പരീക്ഷയാണ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇനി ഒക്ടോബറിൽ അടുത്ത സെമ്മ് തുടങ്ങും. അത് നമ്മൾ കയറണം. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോവുകയാണ്. പോയിട്ടൊക്കെ എഴുതിയിട്ടൊക്കെ വരാം. എക്സാം സെൻറ്റർ എത്തി. ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 4-5 സ്റ്റോപ്പുണ്ട്. അവിടുന്ന് ഈ എൻ്റെ വീടിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ് ഈ എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി വരെ പോകണ്ട, അത് വലിയൊരു കാര്യം. ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് 5 സ്റ്റോപ്പ് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് പോകാവുന്നതേ ഉള്ളൂ. അങ്ങോട്ട് പോകണം. ഇപ്പോൾ സിഗ്നൽ കാത്ത് നിൽക്കുകയാണ്. സിഗ്നൽ വരണം. കുറച്ചേരം എടുക്കുമെന്ന് തോന്നുന്നു സിഗ്നൽ വരാൻ. നമുക്കിതോ അങ്ങോട്ടാണ് പോകേണ്ടത്. സിഗ്നൽ വരുമോ നോക്കാം. കുറേ നേരമായി. ആ ഒരു വെള്ള ഇതിൽ സിഗ്നൽ കൊമ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സിഗ്നൽ കൊമ്പ് പച്ചയായി ഗൈസ്. അങ്ങോട്ട് പോവാം. ആ സിഗ്നൽ കൊമ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും നിന്നിട്ട് ഇതേപോലത്തെ ഒരു സാധനം അപ്പുറത്തുണ്ട്. നമുക്ക് ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ അവിടെ ചുമപ്പായി. ഞാൻ ഇവിടെ പ്രസ് ചെയ്തപ്പോൾ അവിടെ ആ വെള്ളം വന്നിട്ടുണ്ട്, സിഗ്നൽ കൊമ്പ്. അപ്പോൾ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ടൈമിംഗ് എടുത്ത് ചേഞ്ച് ഓപ്പ് മാറും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി എക്സാം സെൻറ്ററിൻ്റെ അകത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ എക്സാം സെൻറ്റർ പോയിട്ട് അവിടെ വെച്ച് ഞാൻ പിന്നെ എക്സാം എഴുതിയിട്ടേ വരുള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വ്ളോഗിലോട്ട് പോവാം. ബൈ ഗൈസ്, വിഷ് മീ ഓൾ ദ ബെസ്റ്റ്. എക്സാം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. എന്തായാലും പാസ്സാവുമെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ളതൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇനി ടീച്ചർമാരേലും എല്ലാവരുടെ കയ്യിലാണ്. അവർ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. എന്തായാലും ഇനി ഈ സെമ്മിൽ ഇനി ഒന്നും ചെയ്യാനില്ല. അടുത്ത സെം ഒക്ടോബർ തുടങ്ങും. അപ്പോൾ ഇത്രയും ദിവസം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ 2 ദിവസം എനിക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അത് ശനിയും ഞായറുമാണ്, ഇന്നത്തേക്കല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കൊന്ന് തെണ്ടാൻ പോവാം. സാലെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഹായ് ഗായ്സ്. എക്സാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി, അവൾക്ക് ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് എന്നെ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ജോബ് ചെയ്യുന്നിടത്ത് വിളിച്ചു വരുത്തി. അങ്ങനെ ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. നല്ല വ്യൂ അല്ലേ ബാക്ക്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. സിഞ്ചനയും ജോസിയുടെ പണി കഴിഞ്ഞാൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കൂട്ടുകാർ അവർ കറങ്ങാൻ പോയിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെടുത്തൂടെ നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് 2 നടത്തമൊക്കെ നടന്നു വരുമ്പോൾ സിഞ്ചനയും ജോസിയും ഫ്രീ ആവും. എന്നിട്ട് നമുക്ക് നേരെ ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോവാം. അവിടെ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാം. നോക്കൂ സുഹൃത്തുക്കളെ, വിജനതയിൽ എൻ്റെ കൂട്ടുകാർ. വ്ളോഗാ. ഇന്നലെ നിങ്ങളെ പറ്റിയ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് ഫുൾ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നിനക്ക് പേരൊന്നുമില്ല. അത് കുഴപ്പമില്ല. പേര് പറ. പേര് ആൻസി. എവിടെന്നാ വരുന്നേ? ഞാൻ അങ്ങ് ദൂരെ ക്യാൻഡിലിൽ നിന്ന്. എന്ത് ക്യാൻറ്റീനോ? ക്യാൻഡിലോ? ഇവിടത്തെ സ്ഥലമാ ക്യാൻഡിൽ. നാട്ടിൽ കോതമംഗലം.
കോതമംഗലം. Yeah. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അപ്പൻ അമ്മ പെരനിറഞ്ഞു നിൽക്കുന്ന 3 ചേച്ചിമാർ. 3 ചേച്ചിമാരോ? Yeah. പെരനിറഞ്ഞിരിക്കുന്ന 3 ചേച്ചിമാര്. 2 പേരെ കെട്ടിച്ചു വിട്ടു, ഒരാളെ കൂടെ കെട്ടാനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പൊ എങ്ങനെ പെരനിറഞ്ഞ് 3 ചേച്ചിമാരാവും? അതൊന്നും പെരന്ന് ഇട്ടിട്ടില്ലല്ലോ. പെരന്ന് വിട്ടിട്ടില്ലേ? ഇല്ല. ഓ അങ്ങനെ. അപ്പൊ 4 ചേച്ചിമാരെന്ന് പറയണ്ടേ? എന്തെങ്കിലും ആട്ടെ. അത് കഴിഞ്ഞു. കിട്ടിയ ഫോർസ്റ്റലൻസി. എന്നോട് ചോദ്യം ചോദിക്കുക. നിന്റെ പേര് പറ. എൻ്റെ പേര് അനുഗ്രഹ്. നാട്ടിലെവിടെ? നാട്ടില് ഞാൻ ഇടുക്കി ചെറുതോണി. ഇടുക്കി ചെറുതോണി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ ചേട്ടൻ. അച്ഛനോ? ജീവിതത്തിൽ അച്ഛൻ വിളിച്ചിട്ടില്ല, ഇവര് എപ്പോഴും അപ്പൻ്റെ വിളിക്കും. അച്ഛനൊന്നല്ലാതെ പിന്നെ ഇപ്പൊ എന്നാ പ്രശ്നം? എന്ത് പാടോ? അച്ഛനമ്മ ചേട്ടൻ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡും പഠിക്കാൻ പോകുന്നു. സ്റ്റാർട്ടാകും. എന്തുകൊണ്ടാണ് ഫിസിയോതെറാപ്പി തിരഞ്ഞെടുക്കാൻ കാരണം? ഫിസിയോതെറാപ്പി ഒന്നാമത് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഫിസിയോതെറാപ്പി നോക്കാൻ ഒരു തീരുമാനം എടുത്തത്. പിന്നെ എനിക്ക് സ്പോർട്സ് ഫീൽഡ് പോകാനാണ് ആഗ്രഹം. സ്പോർട്സ് ഫീൽഡിൽ അതുകൊണ്ട് ഫിസിയോതെറാപ്പി ഒരു സേഫ് ഓപ്ഷനായിട്ട് തോന്നി. മാത്രമല്ല സ്റ്റൈപ്പൻഡും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് എത്ര വർഷമുണ്ട്? ഹൗസ് ബിൽഡിംഗ് 3 വർഷം. നേഴ്സിംഗ് പോലെ തന്നെ. ഫുള്ള് തിയറി ആണോ അതോ? അല്ലല്ല, പിന്നെ ഇത് പ്രാക്ടിക്കലും തിയറിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് 3 വർഷം. അപ്പോൾ 1 മന്ത് ക്ലാസ്, 1 മന്ത് പ്രാക്ടിക്കൽ, അങ്ങനെ ഇതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാവരും പരിചയപ്പെടുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവരുടെ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കിനി വേറെ കാര്യങ്ങളിലോട്ട് പോവാം. പൊരിഞ്ഞ വിശപ്പാണെന്നും പറഞ്ഞ് ബർഗർ കിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്യുവാണ്. എന്തോ ചെയ്യുന്നുണ്ട്, വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചപ്പോൾ ഇവരെന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒരു വാട്ടർ പാസേജ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കാണാൻ കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഇവരെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഇവിടെ എല്ലാം കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. നമുക്ക് സിറ്റി ഏരിയ അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ മാറി കുറച്ച് വില്ലേജ് ഏരിയയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് കാം ക്വൈറ്റ് അങ്ങനെയായിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പഴയ രീതിയിലുള്ള വീടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. കുറച്ച് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ കുറച്ച് നല്ല സ്പോട്ടാണ് ഇവിടെ. ആ രീതിക്ക് നമ്മൾ എടുക്കുമായിരുന്നു. നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ജർമ്മനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിറ്റിയിൽ വന്നാൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാം ക്വൈറ്റ്, നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വൈബ് അടിക്കും. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ കുറച്ചും കൂടെ സിറ്റിയായിട്ട് അറ്റാച്ച്ഡ് ആണ് ഈ വില്ലേജിനേക്കാളും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. എങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് യൂറോപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടോ, യൂറോപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത് യൂറോപ്പിൻ്റെ. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നല്ല സ്പോട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ മൊത്തവും പോയിട്ട് അവിടെ മൊത്തവും മണ്ണ് മാത്രമായിട്ട് മാറും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഉള്ള നല്ല രസമുണ്ട് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സമ്മറിൽ വന്നിട്ടില്ലായിരുന്നു, ഈ സമ്മറിലും വന്നില്ല. ഇതിപ്പോൾ ഓട്ടം സീസണായി. പക്ഷേ എങ്കിലും പുല്ലുകളെല്ലാം ഉണ്ട്. പുല്ലൊക്കെ നല്ലപോലെ ഉണ്ട്. ഇലയൊന്നും കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. എന്തോ ആ കാണുന്നതാണ് ഇവിടുത്തെ സാലെ റിവർ. ഇവിടുത്തെ മെയിൻ റിവറാണ്. സാലെ എന്നതിന് പേര് വരാൻ കാരണം പോലും ഈ സാലെ റിവറാണ്. അതിൻ്റെ ഒരു കൈവഴിയാണ് ഈ ഒഴുകുന്നത്. പക്ഷേ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും കുറച്ച് റിലാക്സ്ഡ് ആവാനൊക്കെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും.
ഒന്ന് കിടക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോണിലൊക്കെ ഒന്ന് കിടക്കാനും നല്ല രസമാണ്. കുറച്ചും കൂടെ അറ്റത്തോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കണ്ടു, ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് കുറച്ച് ഇതെന്തായാലും ഇപ്പം നല്ല പച്ചപ്പുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. കണ്ടോ, നല്ല രസമല്ലേ? ഇത് നമ്മുടെ ഹാലെ സാലയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഈ സ്പോട്ടാണിത്. എൻ്റെ മെയിൻ സ്പോട്ട് ഇവിടെയാണ്. ഇവിടെയൊക്കെ കുറച്ച് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമുക്കിത്തിരി ഇവിടെ നിൽക്കാം. ഇത് നമ്മൾക്ക് അവിടെയൊക്കെ നമ്മൾ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് കയറാനുണ്ട്. സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. കാലിൽ ഷൂസ് ഇട്ടൊക്കെയാണ്. കാലിൽ കെട്ടേരിപ്പിട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ര കഷ്ടപ്പാടില്ലായിരുന്നു. അങ്ങോട്ട് പോവാം. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ സ്പോട്ടാവും. നമ്മളവിടെ കൂടുതലും ടൈം ഇങ്ങോട്ട് വരുമ്പോൾ സ്പെൻഡ് ചെയ്യാറ്. ഇതുവഴി കയറി ഇറങ്ങാൻ നല്ല രസമാണ്. അവിടെ ചെന്നിട്ട് ഏറ്റവും മുകളിൽ ചെന്നിട്ട് രണ്ട് സൈഡ് ഇവിടെ ഒരു കൈവഴി ഇങ്ങനെ വരുന്നുണ്ട്, ഇതൊരു കൈവഴിയാണ്. ഇതെല്ലാം ചെന്നെത്തുന്നത് സാലേ റിവർ എന്ന് പറയുന്ന ഒരു പുഴയിലാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പുഴയെന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ബോട്ടിംഗ് എന്ന് പറയുന്നത് ഇവർ വളരെ ലിമിറ്റഡായിട്ടേ അംഗീകരിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും വന്ന് ബോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പേരൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ എല്ലാ പാസേജിൽ കൂടെ ബോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ആ മഞ്ഞേര അവിടെ വന്നിട്ട് ഇവർ ബോട്ടിങ് കറങ്ങി പോവാ ചെയ്യാറ്. അധികം വരാറില്ല. ഇന്ന് നല്ല കാറ്റുണ്ട്. ഞാൻ മിക്കവാറും 2 ദിവസത്തിൽ മഴയും കാണും. അതാ ഈ നല്ല കാറ്റ്. എന്ത് ബ്യൂട്ടി അല്ലേ! യൂറോപ്പിൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ സിറ്റീനേക്കാളും കൂടുതൽ ജർമ്മനിയിൽ കുറച്ച് വില്ലേജ് സൈഡിലോട്ടൊക്കെ വരണമെങ്കിലേ യൂറോപ്പിൻ്റെ ആ ജർമ്മൻ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇറ്റലി എന്ന് പറയുന്ന രാജ്യം നമുക്ക് മൊത്തത്തിൽ വേറെയാണ്. അത് കെട്ടിടം കൊണ്ട് സമ്പുഷ്ടമായി സുതാര്യമായ ഒരു രാജ്യമാണ്. പക്ഷേ ജർമ്മനി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുണ്ടെങ്കിലും അവർ ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ജർമ്മനിയിലെ നേച്ചറിലാണുള്ളത്. കണ്ടോ അച്ചു, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിനക്ക് സിറ്റി ഏരിയ ആണോ ഇഷ്ടം, ഇതേപോലത്തെ വില്ലേജ് ഏരിയ ആണോ ഇഷ്ടം? ഓക്കെ, ഇങ്ങോട്ടോ. ഹായ്, ഇന്ന് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇത്രത്തോളം രസമായിട്ട് ഇതുവരെ ഇതിവിടെ കണ്ടിട്ടില്ല. ഈ ഒരു ഇതൊക്കെ ഇവിടെ കണ്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ബ്യൂട്ടി ആയിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും നല്ല രസമുണ്ട്. നീ അത് കുഴപ്പമില്ല. ആ കിടക്കുന്ന ആ കിടക്കുന്ന മരം നമ്മൾ സ്ഥിരം സ്പോട്ടാണ്. നമ്മൾ അവിടെ കയറി ഇരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നതും എല്ലാം അവിടെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടീസ് ഇൻ സാലെ. എന്തായാലും നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ,
നമ്മൾ ഈ സ്പോട്ടിനോട് വിട പറയുകയാണ് ബ്രോസ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സ്പോട്ട്, ഹിഡൻ സ്പോട്ടാന്ന് തോന്നുന്നു. ആരും ഇല്ല ഇവിടെ ഒന്നും. ഇല്ല സ്പോട്ട് രക്ഷയില്ല. ഹിഡൻ സ്പോട്ട് അല്ലേ? സ്പോട്ടാ. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നു. കുറച്ച് നല്ല നേച്ചറുമായിട്ട് കുറച്ച് അടുത്തിടപഴകി ഇരിക്കാൻ പറ്റിയില്ലേ ഒരു കുറച്ച് നേരമെങ്കിലും? നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര പീസ് ആയിരുന്നു. ആരുമില്ല. അതുകൊണ്ട് സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും അത് വെർത്തായി. ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. കാരണം ഒന്നാമത്തെ കാര്യം ബാറ്ററി തീർന്നു. ഇനി പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുതിയ വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ ബൈ ഗായ്സ്. എല്ലാവരും ബൈ പറ. ബൈ. ബൈ.